നമ്മൾ കേട്ട് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് തരുന്നു. എൻ്റെ സമാധാനം കർത്താവിൽ മാത്രമേ ഉള്ളൂ സമാധാനം. ആ സമാധാനം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാലേ ഈ ലോകത്തിൽ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുന്നത് എന്താണ്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്നത് പോലെ അല്ല. ലോകത്തിന് സമാധാനമൊക്കെ തരാനായിട്ട് കഴിയും, പക്ഷേ ലോകം തരുന്ന പോലെ അല്ല. ഒരു വ്യത്യാസമുണ്ട്. ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നമ്മുടെ ഹൃദയം കലങ്ങി പോകരുത് എന്നൊരു കാര്യം വളരെ ഇതായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഹൃദയം കലങ്ങുന്ന ഒരവസ്ഥയിലാണ് അനേകരും. ചെറിയ കാര്യം മതി ഹൃദയം കലങ്ങാൻ. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ഈ ലോകം തരുന്ന പോലല്ല. നിങ്ങളുടെ ഹൃദയം യാതൊരു കാരണവശാലും കലങ്ങരുത്. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ ദിവസവും ഉണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അത് നമ്മൾ ഫീൽ ചെയ്യണം, നമ്മൾ അനുഭവിക്കണം. അതനുഭവിച്ചില്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ഒരിക്കലും സമാധാനം അനുഭവിക്കാനായിട്ട് ഒക്കെയില്ല. സമാധാനം കർത്താവിൽ നിന്നേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് കാണുന്നത്. ലോകത്തില് നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാലും സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് കാണുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ സമാധാനം നമ്മളെ ഭരിക്കാനായിട്ട് ഇടയാകണം. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി കർത്താവിനെ പാപമാക്കി. കർത്താവ് ക്രൂശിൽ കയറി. എന്തിനാ? സകല ലോകത്തിന്റെയും പാപം എടുത്തുകൊണ്ട് കർത്താവ് ക്രൂശിൽ കയറി. ലോകത്തിന്റെ പാപത്തെ ഒഴിക്കാൻ. ആ നമ്മളുടെ പാപവും കൊണ്ടാണ് കർത്താവ് ക്രൂശിൽ കയറിയത്. അങ്ങനെ അവന്റെ മരണം മൂലം, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലം നമ്മളുടെ പാപം പരിഹരിക്കപ്പെട്ടു. നമ്മളത് വിശ്വസിക്കണം. നമ്മളത് ഹൃദയത്തിൽ നമ്മൾ എഴുതി വെക്കണം. അങ്ങനെ ഒരു ജീവിതമാണ് നമുക്ക് നയിക്കേണ്ടത്. നമുക്ക് വേണ്ടിയിട്ട് അവനെ പാപമാക്കി. അത് എന്തിനു വേണ്ടിയാ? കർത്താവിൻ്റെ സമാധാനം നമ്മളിൽ വസിക്കാൻ വേണ്ടി. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകം സമാധാനം തരാനായിട്ട് ഉത്സാഹിക്കുന്നുണ്ട്. പക്ഷെ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ നിങ്ങൾക്ക് തരുന്നത് എൻ്റെ സമാധാനമാണ്. എത്ര ആകുലമായിട്ടുള്ള സമയത്ത് പോലും അവന് ആകുലത ഇല്ലായിരുന്നു. കാരണം കർത്താവ് അവന് വേണ്ടിയിട്ട് കരുതുന്നുണ്ട്. നമുക്കും അപ്പോൾ ഉണ്ടാകേണ്ട ഒരു കാര്യം ഇതാ, എന്നെ ഭരിക്കുന്ന, എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു കർത്താവ് ഉണ്ട്. ആ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ആ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യും എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് അത് ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ? കർത്താവ് തരുന്ന സമാധാനം അനുഭവിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് അത്യാവശ്യമാണ്.
കർത്താവേ, എന്നെ നീ സഹായിക്കണം. പല അവസരത്തിലും സമാധാനമില്ലാത്തവനായിട്ട് ഞാൻ മാറിപ്പോകുന്നുണ്ട്. കർത്താവെ, എന്നെ നീ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എന്നെ സഹായിക്കണേ എന്നുള്ള ആ പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും. ആ സദൃശവാക്യങ്ങൾ 4:18 വാക്യം, നീതിമാന്റെ പാത പ്രഭാതത്തിന് വെളിച്ചം പോലെ നട്ടുച്ചവരെ അത് ഉയർന്നുയർന്ന് വരും. നമുക്ക് അറിയാം, സൂര്യൻ ഉദിക്കുമ്പോൾ വളരെ കുറവാണ്. ആ ഉദിച്ച സമയം കഴിഞ്ഞ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് വളരെ 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 വർദ്ധിച്ചു എന്നാൽ ഉച്ചയ്ക്ക് അത് ഏറ്റവും ഉന്നതമാകും. നമുക്കും ആ ഒരു പാതയാണ് നമ്മൾ അസമാധാനമുള്ള ലോകത്തിൽ ജീവിക്കുന്നു, അസമാധാനമുള്ള മനുഷ്യരുടെ മധ്യത്തിൽ ജീവിക്കുന്നു. അവിടെ നമുക്ക് സമാധാനം ഇങ്ങനെ ക്രമേണ വർദ്ധിച്ചു വരുന്നു. അത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അത് നമ്മൾ അനുഭവിക്കണം. നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നു, അതോ ലോകത്തിന്റെ ഭാഗമായി നമ്മൾ മാറുകയാണോ? ഈ കർത്താവ് നമുക്ക് തരുന്ന സമാധാനം തരാനായിട്ട് തയ്യാറാണ്. ആ കർത്താവ് തരുന്ന സമാധാനം നമ്മൾ അനുഭവിക്കുമ്പോൾ വേറൊരു ഗുണമുണ്ട്, നമ്മുടെ കൂടെയുള്ളവരും അതനുഭവിക്കും. അപ്പോ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവരും അനുഭവിക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് നമ്മൾ സമാധാനം കൊടുക്കുന്നവരായി തീരുന്നത്. നമ്മൾ സമാധാനം കൊടുക്കുന്നവരാകണം. നമ്മൾ സമാധാനം റിസീവ് ചെയ്യേണ്ടത് കർത്താവിൽ നിന്ന് നമ്മൾ സമാധാനം റിസീവ് ചെയ്യണം. ആ സമാധാനം നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. നമ്മുടെ ഭവനങ്ങളൊക്കെ സമാധാനമുള്ള ഭവനങ്ങളായി തീരണം. മറ്റു ഭവനങ്ങളെക്കാൾ വ്യത്യാസം ഉണ്ടായിരിക്കണം. ആര് നോക്കുമ്പോഴും അതെ, അവിടെ ക്രിസ്തുവിന്റെ സമാധാനം ഭരിക്കുന്നുണ്ട് എന്ന് അവർക്ക് പറയാൻ ഇടയാകണം. യേശുക്രിസ്തുവിന്റെ സമാധാനം ആ ഭവനത്തെ ഭരിക്കുന്നുണ്ട് എന്ന് അവർക്ക് സത്യസന്ധമായിട്ടും പറയാൻ ഇടയാകണം. അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കണം. സമാധാനം ആരും നമുക്ക് തരത്തില്ല, നമ്മൾ സമാധാനം കൊടുക്കുന്നവരാകണം. ആ സമാധാനം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെ കർത്താവിൽ നിന്നാണ്. ആ സമാധാനം നമുക്ക് ലഭിക്കാനും നമ്മളെ ഭരിക്കാനും ഇടയായിത്തീരണം. അങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. അല്ലാതെയുള്ള ജീവിതം ക്രിസ്തീയ ജീവിതം ആയിരിക്കത്തില്ല നമുക്ക്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ നമുക്ക് ഏറ്റവും വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ശരിക്കും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പം ഒരു രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്ന പോലെ എന്തൊക്കെയോ ഓരോ യോഗത്തിലും മാറി മാറി ഒരിക്കലും നടക്കാത്ത ആയിരം കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത യോഗത്തിലേക്ക് പോകുന്ന ഒരാളല്ല യേശു എന്നുള്ളതാണ് യേശുവിനെ സംബന്ധിച്ചുള്ള സത്യം. നമുക്ക് തരുവാൻ, നമുക്കില്ലാത്തൊരു കാര്യം നമുക്ക് തരാമെന്ന് ദൈവം ഡെഫിനറ്റ് ആയിട്ട് ഒരു പ്രോമിസ് ഞാൻ അത് വിശ്വസിച്ച് ഏറ്റെടുക്കാനായിട്ട് ഈ രാവിലെ സമയം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ലോകത്തിൽ എല്ലാവരും പല ആളുകളോട് സംസാരിക്കുമ്പോഴും
ഒത്തിരി ഒത്തിരി ധനമുള്ളവര്, ആവശ്യത്തിൽ കൂടുതൽ പൈസ സമ്പാദിക്കുന്നവര്, പക്ഷെ പല വീടുകളിലോടും പലരോടും നമ്മൾ സംസാരിക്കുമ്പം പലരും പറയുന്ന മോനെ സമാധാനം മാത്രമില്ല ബാക്കിയെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഒത്തിരി പേരെ നമുക്ക് ചുറ്റും തന്നെ കാണാം. നന്നായി ഉന്നതമായ സുവിശേഷം കേൾക്കുന്ന ജേക്കബർ പറഞ്ഞ പോലെ ഈ ഉന്നതമായ സുവിശേഷം കേൾക്കുന്ന നമ്മുടെ ഉള്ളിൽ കർത്താവേ അതെന്റെ ഉള്ളിൽ ആ സമാധാനം ഉണ്ടോ എന്ന് ശോധന ചെയ്യാനാണ് രാവിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഈ ഒരു കർത്താവ് ഈ ഒരു കാര്യം പ്രോമിസ് ചെയ്യുന്നു. നമുക്ക് നിത്യമായിട്ടുള്ള ഈ ഒരു കാര്യം എൻ്റെ അനുഭവമായി തീരണം. നമ്മൾ വായിക്കും കർത്താവിന് യേശുവിന് ഇല്ലാത്ത ഒരു കാര്യം, കർത്താവിന്റെ ജീവിതത്തിൽ ഉള്ള ഒരു കാര്യം, നമ്മൾ ക്രൂശില് യേശു മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു 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 റിബൽ ചെയ്യുന്ന, പല കാര്യങ്ങളോടും മറുത്ത് പറയുന്ന, പല ആ, ആ, പിടിക്കാൻ വരുന്ന ആളുകളോട്, അല്ലെങ്കിൽ നമ്മളറിയാം നമ്മളെ ചെറുതായിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്യുമ്പം ഒന്ന് ചെറുതായിട്ട് നമ്മൾ പ്രൊവോക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരഭാഷ തന്നെ, നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷ തന്നെ പലപ്പോഴും പല കാര്യങ്ങളുടെയും ഒരു പ്രകടനമായിരിക്കും. പലപ്പോഴും നമ്മൾ ബുദ്ധിപരമായിട്ട് മിണ്ടാതിരിക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ നമുക്കറിയാം. എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ലത്. വാസ്തവത്തിൽ തന്നെ യേശുവിന്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. നമ്മൾ കേട്ട പോലെ കർത്താവ് ഒട്ടും ഇളകാത്തവനായിട്ട് തന്റെ ക്രൂശിൽ തന്റെ തോളിൽ സമാധാനത്തോടെ ചാഞ്ഞ് മരിക്കത്തക്കവണ്ണം യേശു ശാന്തതയുള്ളവനായിരുന്നു. എൻ്റെ ജീവിതത്തിലും ഈ ഒരു സമാധാനം ഈ പറഞ്ഞാൽ അതൊരു ചെറിയ ചെറിയ അളവിലല്ല, അത് വർദ്ധമാനമായ അളവിൽ തുടർമാനമായ ഒരു കാര്യമായിട്ട് യേശു കർത്താവിനെ നമ്മൾ കാണുവോളം അതെന്റെ ഒരു അനുഭവമായി തീരണമെന്ന് ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ അനുഭവമായി തീരുന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് ചുറ്റുമുള്ളവർക്കും അത് കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ആ ഒരു പലപ്പോഴും പറഞ്ഞ പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ സമാധാനം ഇല്ല, വേണ്ട നിലയിൽ ഇല്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് കർത്താവ് എന്റെ സ്ഥിതി എങ്ങനെ ഉന്നതമായ CFC പോലുള്ള സഭയിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ കർത്താവ് എൻ്റെ ഉള്ളിൽ എൻ്റെ യഥാർത്ഥ സ്ഥിതി ഇതാണ് എന്ന് ഞാൻ ഒരാളോട് കഴിഞ്ഞ ആലപ്പുഴ മീറ്റിംഗ് നടന്ന സമയത്ത് നമ്മുടെ ജോയ്സ് ബേറും സിസ്റ്ററോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. CFCയുടെ ആദ്യത്തെ മീറ്റിങ്ങുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളോട് ഉപയോഗിച്ച് പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. പലപ്പോഴും എൻ്റെ സ്ഥിതി അത് തന്നെയായിരുന്നു. കാര്യം ഇതെല്ലാം നമ്മുടെ ഇങ്ങനെ തലയുടെ മേലെ കൂടി ഇങ്ങനെ പല വലിയ വലിയ ഉന്നതമായ കാര്യങ്ങൾ പറഞ്ഞു പോകും. ഇതൊന്നും നമുക്ക് അനുഭവവേദ്യമാകത്തില്ല. എപ്പോഴാണ് അനുഭവവേദ്യമാകുന്നതെന്ന് ചോദിച്ചാൽ കർത്താവേ ഇത് എന്നെ സംബന്ധിച്ച് സത്യമല്ല, ഞാൻ ഇപ്രകാരമായി തീരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ കർത്താവിനോട് ഏറ്റുപറഞ്ഞ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം സത്യമായി തീരാനായിട്ട് പ്രശ്നങ്ങളുടെ മധ്യേ പല പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് കർത്താവേ അതെൻ്റെ ഒരു സമാധാനം, എൻ്റെ ഒരു സത്യമായി തീരണം. കർത്താവേ അങ്ങ് അതെനിക്ക് വേണ്ടി അത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത് നഷ്ടപ്പെടുത്താതെ സമാധാനമുള്ള പുത്രനായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. സമാധാനമില്ലാത്ത ഒരു ജീവിതം ക്രിസ്തീയ ജീവിതം അല്ല എന്നാണ് ബ്രദർ പറഞ്ഞത്. ക്രിസ്തു തരുന്ന സമാധാനമാണത്. അത് തരുന്നത് ക്രിസ്തുവാണ്. അവൻ്റെ സമാധാനം അതെന്ന് നിലനിൽക്കണം നമ്മുടെ ഉള്ളിൽ. അത് സന്ദീപ് പറഞ്ഞു തരുന്ന രീതി, അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വളരെ ഗ്രേറ്റ് ആണത്. ക്വാണ്ടിറ്റി വൈസായിട്ടും കൂടി വരും. ക്വാളിറ്റി ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ്. അത് തരുന്നത് തകർന്നു നുറുങ്ങിയിട്ടുണ്ട് ഹൃദയത്തിൽ. നമ്മുടെ വചനമാകുന്ന ജ്വാലയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയുള്ള ദൈവജനം കൊണ്ട് സ്ഥിരപ്പെടുന്ന നമ്മുടെ ഹൃദയത്തിൽ അത് പകർന്നു തരും. നമ്മുടെ ആത്മാവിൽ അത് പകർന്നു തരും. അത് നമ്മുടെ ജഡത്തിൽ വരും, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബോഡിയിലേക്ക് പോകും. ആ സമാധാനം നിലനിൽക്കാനായിട്ടും ആ സമാധാനം നമുക്ക് ലഭിക്കാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പാട്ടുണ്ട് നമ്മുടെ പുസ്തകത്തിലെ 563 പാട്ടിന്റെ ഒരു സ്റ്റാൻസ് മാത്രം. പുഞ്ചിരി തൂകുന്നു പൈതൽ, ഞാനറിയും ഭാവമില്ലയേ, പ്രായമായോ സംശയിക്കുന്നേത്ര,
പൈതലിൻ വിശ്വാസം കാൺമൂനാ. അതിന്റെ 6ാമത്തെ സ്റ്റാൻസ് ഇങ്ങനെ പറയുന്നത്: സ്തോത്രം വ്യക്തമായി നാം കേട്ടിടുന്നു, പൈതങ്ങൾ വീണ്ടും നാം ആയിടാം. സ്വർഗതീരത്തെത്താൻ മാർഗം നമ്മുടെ ഏറ്റവും സ്നേഹത്താൽ ചൊല്ലുന്ന യേശു. മേൽ നിന്ന് നീ താഴെ ഇറങ്ങിയിടിൽ നിൻ വഴികൾ വിട്ടുതിരിഞ്ഞാൽ, കൃത്തിൽ മോദമോടും സ്വസ്ഥമായും പിഞ്ചു പൈതൽ പോൽ നീ ആയിടും. ഞാൻ ഈ ഇന്നത്തെ മെസ്സേജ് തീർച്ചയായിട്ടും എനിക്കുള്ളതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം ഞാനിന്നിങ്ങനെ വരുമ്പോഴൊക്കെ ഞാൻ തന്നെ എൻ്റെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഓർക്കായിരുന്നു, എന്താ ഇങ്ങനെ ഒരു ഭയങ്കര ഡള്ളായിട്ടിരിക്കണേ. പരീക്ഷയുടെ സ്ട്രെസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെ അല്ല ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്ന് ദൈവം എന്നെ ബോധ്യപ്പെടുത്തി. ഈ ആഴ്ച എന്നെ നയിച്ചൊരു വചനം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. അത് ഒരു വാക്യം സങ്കീർത്തനങ്ങൾ 116-7 വാക്യം. അത് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ അവിടെ ഒറ്റയ്ക്ക് ഒരു മുറിയിലായതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എനിക്ക് കിട്ടിയ കാര്യങ്ങളെ അപ്പം തന്നെ അത് എഴുതി ഒട്ടിച്ചു വരിക്കും. അങ്ങനെ എഴുതി ഒട്ടിച്ച ഒരു വാക്യാണ്: എൻ മനമേ ഒരിക്കൽ കൂടി സ്വസ്ഥമായിരിക്കുക, എന്തെന്നാൽ യഹോവ നിനക്ക് നല്ലവനായിരിക്കുന്നു. ആ ഒരു വാക്യായിരുന്നു എന്നെ ഈ ആഴ്ച വളരെ നടത്തിയൊരു വചനമായിരുന്നു അത്. ഇപ്പൊ വീണ്ടും ദൈവം അതിനെ ഓർപ്പിച്ചു. പ്രത്യേകിച്ച് ഞാൻ സന്ദീപന്റെ വീട്ടിൽ പോകുമ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ആ ഒരു എപ്പോഴും വേറെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഒരു കുഞ്ഞ് തള്ളയുടെ കൂടെ ചേർന്നിരിക്കുന്നത് പോലെ ആണ് ദൈവം നമ്മളെ, അങ്ങനെയാണ് ദൈവം നമ്മളെയും ആ ഒരു സമാധാനത്തിലായിരിക്കാനാണ് ഇച്ഛിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പലരോട് പറഞ്ഞായിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ മത്തായില് വായിച്ച വാക്യം ഞാനത് വളരെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ. ഞാനതിനെ ഇങ്ങനെ വല്ലാതെ എന്താ ഇന്നേനെ, പക്ഷെ ഇന്ന് എനിക്ക് ആ കാര്യത്തിനകത്തും ദൈവം ക്ലാരിറ്റി തന്നു. താങ്ക് യു. സ്തോത്രം. കേൾപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം 14-27 വാക്യം: പീസ് ഐ ലീവ് വിത്ത് യു, മൈ പീസ് ഐ ഗിവ് ടു യു, നോട്ട് ആസ് ദ വേൾഡ് gives do I give to you. Let not your heart be troubled, neither let it be afraid. ഈ ഒരു പീസ് എന്നുള്ള സമാധാനത്തിൻ്റെതായ ഒരു വാക്കാണിന്ന് തന്നിരിക്കുന്ന. എന്നിൽ പരിവർത്തനം ചെയ്യേണ്ട ഒരു 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 സമാധാനം. ഇതെങ്ങും മേടിക്കാൻ കിട്ടത്തില്ല, കടയിൽ പോയി മേടിക്കാനൊക്കത്തില്ല, എങ്ങൊന്നും കിട്ടാനൊക്കത്തില്ല. കർത്താവിൻ്റെ വചനം 5-ാം അധ്യായം മത്തായിയുടെ 5:9 പറയുന്നു, യു ആർ ദ പീസ് മേക്കർ. ഇങ്ങനല്ലേ? ഭാഗ്യവാന്മാർ. ഞാനതങ്ങനെ ഉണ്ടാക്കുന്ന, എൻ്റെ വീട്ടിലെ ഒരു സമാധാനം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി മാനേജറായിത്തീരുന്നു. അതാണ് കർത്താവ് എന്നിൽ ആക്കിയിരിക്കുന്നത്. ഒരു അതായത് 119-165 വായിക്കാവോ? ഗ്രേറ്റ് പീസ് ദോസ് ഹു ലവ് യുവർ ലവ്. ഇതിനെല്ലാത്തിനും ഒരു നിയമമുണ്ട്. ഗ്രേറ്റ് പീസ് 119-165 ഒന്ന് വായിക്കാവോ? ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി എഴുതില്ല. അതാണ് സങ്കീർത്തനക്കാരൻ അത് പറയുന്നത്. വളരെ അർത്ഥവത്തായിട്ടൊരു, അതിനകത്തൊരു ദോസ് ഹു ലവ് യുവർ ലവ്. എനിക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നിയമത്തെ എനിക്ക് വലിയ ഇഷ്ടമായിരിക്കണം, വലിയ സ്നേഹിക്കണം. അതുപോലെ തന്നെ യെശയ്യാപ്രവചനം 47 സഹോദരനോട് വായിച്ചതാണ്, അത് എടുത്തതാണ്. 48-19 18 18. Oh, that you had heeded my commandments, then your peace would have been like a river. ഞാൻ ദൈവത്തിൻ്റെ ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമാധാനം എപ്പോഴും
കർത്താവ് തന്നെ പറയുന്നു 10-ാമത്തെ 10:34 പറയുന്നു, ഐ ഡി നോട്ട് ബ്രിങ് പീസ് ബട്ട് എ സോ. നമ്മൾ പഠിപ്പിക്കുന്ന കർത്താവ് തന്നെ പറയുന്നത് ഇതൊരു പർപ്പസ് ഉണ്ട് അതിനകത്ത്. ഏതായാലും ഈ മത്തായിയുടെ 5:9 പറയുന്നു, ഞാൻ നമ്മളെ എങ്ങനെയാ അത് എന്നെ വിളിക്കപ്പെടുന്ന ഒരു വാക്കുണ്ടല്ലോ അതിനകത്ത്. അതായത് they shall be called the sons of God. I should be called as the sons of God. എൻ്റെ ജീവിതത്തിൽ സമാധാനം ഞാൻ ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ താഴുന്നു. എല്ലായിടത്തും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, പിള്ളേരുമായിട്ടുള്ള ഇടപെടലില്ല, മറ്റ് ഔട്ട്സൈഡേഴ്സുമായിട്ട് എനിക്ക് യാതൊരു പ്രോബ്ലം ഒന്നുമില്ല. സമാധാനമേ ഉള്ളൂ. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് റിയാക്ട്. പക്ഷെ അതല്ല എൻ്റെ വീട്ടിൽ നടക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം പോകുന്നതായ ഒരവസരമാണ്. കർത്താവിൻ്റെ സമാധാനം എൻ്റെ ജീവിതത്തിൽ വസിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം കൃപിച്ചവനത്തെ എന്ന് പറയുന്നത് നമ്മൾ കേട്ടത് യോഹന്നാൻ 14:27 നമ്മള് സമാധാനത്തെ കുറിച്ച് കേട്ടത്. അത് നമുക്ക് മനസ്സിലായി 2 സമാധാനമുണ്ട്. എന്നാൽ ലോകത്തിൽ നിന്നുള്ള സമാധാനവും പിന്നെ യേശു നിന്ന് കിട്ടുന്ന സമാധാനം. ലോകത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനം നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടൂല. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സ്റ്റുഡൻറ്റ് സംബന്ധിച്ചോളം നമ്മള് എക്സാം ടൈം തീർന്നു കഴിയുമ്പോൾ ഒരു സമാധാനമായി, എഴുതി കഴിഞ്ഞു, സമാധാനം, ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു സമാധാനമുണ്ട്. വെച്ചാൽ അടുത്ത പരീക്ഷണം വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കയറുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിനകത്ത് 27-ാമത്തില് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ഭ്രമിക്കുകയും അരുത്. അത് നമ്മളോട് പറയുന്ന കാര്യം, നമ്മൾ പേടിക്കുമ്പോഴാണ് നമ്മുടെ സമാധാനം പോകുന്നത്. എൻ്റെ അമ്മയെ സംബന്ധിച്ചോളം അമ്മ പേടിക്കുമ്പോഴാണ് അമ്മയുടെ സമാധാനം പോയി എന്ന് പറയുന്നത്. നമ്മള് അപ്പോഴാണ് നമുക്ക് യേശുവിൽ നിന്നുള്ള സമാധാനം, നമുക്കൊരു ഒരു പെർമനന്റ് ആയിട്ട് ആ ഒരു സമാധാനം നമ്മളുടെ ഒരു ഉണ്ടെങ്കിൽ, നമുക്ക് ഒരു പീസ്ഫുൾ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന്, എൻ്റെ പപ്പയെ സംബന്ധിച്ചോളം ഒരു പീസ്ഫുൾ മൈൻഡ്. പപ്പ ഒരു കാര്യത്തിലും പെട്ടെന്നൊന്നും റിയാക്ട് ആക്കത്തില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ബൈബിൾ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ നമ്മൾ ചെയ്ത തെറ്റാ എന്നാ എനിക്ക് കാണിച്ചു തരും. ഒരു സമാധാന രീതിയിലാണ് നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ പേര് തന്നെ പീസ് കോട്ടേജ്, സമാധാനം ഉള്ള ഭവനം എന്നാണ്. പപ്പ വരുമ്പോൾ ഭയങ്കര സമാധാനമാണ്. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടാവും. അപ്പം നമുക്ക് മനസ്സിലായി ഇന്ന് നമ്മള് പറഞ്ഞാൽ നമ്മളൊരു സമാധാനം ഉണ്ടാക്കുന്നവരാവണം. നമ്മള് ഒരു കാര്യത്തിലിരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് റിയാക്ട് ആക്കുക, 2 കൈയും കൂടെ അടിച്ചാൽ മാത്രമേ ശബ്ദം ഉണ്ടാക്കത്തുള്ളൂ. അപ്പം നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മളോട് ഇപ്പം ഇങ്ങനെ തട്ടിക്കയറാൻ വന്നാലും നമ്മളുള്ള ഒരു സമാധാനം ഉള്ളവരായിരിക്കുക എന്ന് മനസ്സിലായി. ആമീൻ. പ്രൈസ് ലോർഡ്. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. 2013 എനിക്ക് കർത്താവിനെ അറിയാൻ പറ്റിയത്. ആദ്യം കിട്ടുന്നത് നമ്മുടെ ഡോക്ടർ സന്ദീപ് ബാബു പറഞ്ഞ പോലെ സമാധാനമാണ് എനിക്ക് കിട്ടിയത്. 1 കോടി രൂപയുടെ ബാധ്യതയായിട്ടാണ് ഞാൻ കർത്താവിനെ സന്നിധി ചെല്ലുന്നത്. ആ സമയത്ത് ആദ്യം കിട്ടുന്നത് സമാധാനമാണ്. കർത്താവ് അവിടെ ദൈവവാസം പറഞ്ഞു കേട്ട ഇതാണ്, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തേറ്റ് കർത്താവ് നിങ്ങളുടെ അരികിലുണ്ട്. ആ കർത്താവ് നിങ്ങൾക്ക് എപ്പോഴും സഹായമാവും. അപ്പം അന്ന് എനിക്ക് സാമ്പത്തികമായി തകർന്നു വന്നപ്പോൾ എനിക്കുണ്ടായ ആ കുറവുകൾ ഞാൻ കർത്താവിൻ്റെ അരങ്ങൾ ഏൽപ്പിച്ചു. അന്ന് തന്നെ സ്ഥാനപ്പെട്ടു. 2013 സെപ്റ്റംബർ മാസം 21-ാം തീയതി. അന്ന് തൊട്ട് ഇന്ന് വരെയും ആ സമാധാനത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ലീവിന് വന്നപ്പം ഞാൻ ആ ദേശത്തിലൂടെ വൈകിട്ട് നടക്കാൻ പോകും. അപ്പോൾ ഈ വീട് ഞാൻ കണ്ടു. അപ്പോൾ വീട് വൈഫിനോട് ചോദിച്ചു, എന്താ ഇത്ര കുറേ? അപ്പോൾ ചോദിച്ചു, ഞാൻ വീട് കാണുന്നല്ലോ, വലിയ വീടാണല്ലോ, ഒരു അമേരിക്കയിലെന്തോ സെറ്റിലായിട്ടുള്ള അച്ചായന്മാർ വല്ല ആയിരിക്കും അപ്പം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും പോകുമ്പോൾ ഏത് സ്ഥലത്ത് പോകുമ്പോഴും ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അനുഗ്രഹിക്കും, അവരെല്ലാം അവകാശം പറയും. അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. തകർന്ന് പോകേണ്ടടുത്ത്, മദ്യപാനിയായിരുന്നിടത്ത് ഞാൻ കർത്താവ് എന്നെ സ്നേഹിച്ചു, കൂടെ നടന്നു. അപ്പം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും
ഞാൻ പോകുന്നിടത്തെല്ലാം അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ വീടിന് നോക്കിയൊക്കെ പ്രാർത്ഥിക്കും. നടന്നു പോകുമ്പോൾ കുറെ കാലം കൊണ്ട് കിടക്കുവാന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് വീട് പണി പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വരെ പോയി നടന്ന് തിരിച്ചു വരും. അവിടെ പോയി കുറെ നേരം നിന്ന് പ്രാർത്ഥിക്കും. പോയവരെ വരുന്നവരെ ഹോസ്പിറ്റലിലേക്ക് നോക്കി പ്രാർത്ഥിക്കും, അനുഗ്രഹിക്കും. അങ്ങനെ ഒരു വട്ടം തിരിച്ചു വരുന്ന വഴിക്ക് ശക്തമായ മഴ പെയ്യും. മഴ പെയ്തപ്പോൾ ഈ വീട്ടിലോട്ട് കയറി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ ഹൗസ്വാമിന് വരുമ്പോൾ അത് അവിടെ പറയണമെന്നാണ് മനസ്സ് വിചാരിച്ച് വന്നത്. പക്ഷെ അവിടെ പറയാൻ പറ്റിയില്ല. പക്ഷെ ഓടിപ്പോയി തീർന്നപ്പോൾ തന്നെ വേറെന്നോട് എനിക്കത് സാക്ഷ്യം പറയാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ ഞാനിതൊന്നും പറയുന്നില്ലെന്ന് കരുതയാ. ചോദിച്ചപ്പോഴും ഒന്നും പറയുന്നില്ലെന്ന്. ഇപ്പോൾ എന്നോട് പറഞ്ഞു, നീ പറ ഈ സാക്ഷ്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ഓടി വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് ആ വീട്ടിൽ അന്നെല്ലാം ഓപ്പണായി കിടക്കും. അവിടെ വാർത്ത് അവിടെ ബംഗാളികൾ പണിയുന്നുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട്, പിന്നെ പണിയുന്നുണ്ട്. ഞാൻ ഇന്നിപ്പം ആ രോഗികൾ വരുന്ന സ്ഥലത്ത് ആ ഡോറിലാണ് അവിടെ പോയി നിന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ മഴ പെയ്യുന്ന കണ്ടുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഈ വീട് എനിക്കറിയത്തില്ല, ഈ വീട്ടിൽ ഇത്രയും വലിയ ശക്തനായിട്ടുള്ള ഒരു ദൈവദാസനം ഉള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇവരെല്ലാവരെയും അവകാശം പറഞ്ഞു. ഈ കുടുംബത്തിനെ എല്ലാം, താമസിക്കാൻ പോകുന്നവരെയും എല്ലാം അവകാശം പറഞ്ഞു. ഈ വീട് പണി പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനങ്ങ് പോയി. ഞാൻ പിന്നെ ഗൾഫിന് പോയി, ബഹറിൽ പോയി. തിരിച്ച് ഞാൻ അപ്രതീക്ഷിതമായിട്ട് വന്ന് ഞാൻ റൂമിലിരിക്കുമ്പോഴാണ് ഫാമിലിയായിട്ട് എല്ലാവരുടെ കൂടി ഇങ്ങനെ ഇന്നത്തെ കാലത്ത് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സംഭവം BJPയുടെ ഭരണം വന്നതിന് ശേഷം നമുക്ക് സ്വസ്ഥമായിട്ടൊരു വീട്ടിൽ പോയി നമുക്ക് കർത്താവിനെ പറയാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഒരു പുതിയ രീതി, ഇന്നത്തെ ന്യൂ ജനറേഷനിലെ ഒരു പുതിയ രീതിയിൽ ലെറ്ററുമായിട്ട് വരുന്നു. എല്ലാ കുടുംബസമേതം വന്ന് പാലുകാച്ച് വിളിക്കുന്നു. അപ്പൊ എൻ്റെ വൈഫ് പറഞ്ഞു, വീട് മാറിയതായിരിക്കും, ഇത് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവര് വന്നിട്ട് വലിയ ആധികാരികമായിട്ട് വലിയ ബന്ധുക്കാരെ പോലെ വന്ന് ഞങ്ങൾ വൈഫും മക്കളും കൂടെ ഇറങ്ങി ചെന്നപ്പോൾ പാലുകാച്ച് വിളിക്കുന്ന രീതിയിൽ വിളിക്കുക. അപ്പോൾ വൈഫ് പറഞ്ഞ്, ഇത് വീട് വാങ്ങിയതായിരിക്കും, ഇപ്പുറത്ത് ബിൽഡിങ്ങോടെ കാണാൻ അപ്പുറത്തുണ്ട് എന്ന്. അല്ല, നിങ്ങളെ തന്നെ വിളിക്കാൻ വന്നേ ഞങ്ങൾ പാലുകാച്ചിന് വരണമെന്ന് പറഞ്ഞു. അപ്പം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ എന്തോ അവിടെ പറഞ്ഞു, ഇതേപോലെ പിന്നെ പ്രാർത്ഥനയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, ഞങ്ങൾ ഇതേപോലെ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, വർഷിപ്പിന് പോകും രാവിലെ, അപ്പോൾ ഉച്ച കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങ് മറന്നുപോയെങ്കിലും എൻ്റെ മനസ്സിൽ അതിങ്ങനെ ഞാൻ ലെറ്ററൊക്കെ എടുത്ത് നോക്കി, കൊള്ളാമല്ലോ ഈ പരിപാടി, പുതിയ രീതിയിലുള്ള ഈ ദേശം മൊത്തം വേറെ ഏറ്റെടുത്തിരിക്കുകയാണ്, വിലയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. കാര്യം ആ വീടുകളെല്ലാം പോയി കർത്താവിനെ പറ്റി പറയാനും, ഇങ്ങനൊരു വലിയൊരു കർത്താവ് ഇത്രയും വലിയൊരു ഭവനം തന്നു എന്ന് പറയാനും, അത്രയും പേർക്ക് ആഹാരം കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു വലിയൊരു മനസ്സ്, ആ സ്നേഹവും ആ സമാധാനം ഉള്ളത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ ഡോക്ടറിന്റെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ. പക്ഷെ ഇങ്ങനെ വരണമെന്നുള്ള, ഹൗസ്വാമിന് പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷെ അന്ന് രാവിലെ ആയപ്പോൾ പെട്ടെന്ന് തോന്നി ഹൗസ്വാമിന് പോകണം. അങ്ങനെ ഞാൻ സഭയിൽ പോകാതെ നേരെ ഹൗസ്വാമിന് വന്നപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കർത്താവിന്റെ മകൻ പറഞ്ഞ പോലെ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ അവിടെ അന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ചെന്ന് ഇരിക്കുമ്പോഴും സമാധാനം. പിന്നെ കുറെ വചനങ്ങൾ, എനിക്ക് ഏറ്റവും ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുന്ന കുറെ വചനങ്ങളാണ്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴും പല സാഹചര്യങ്ങളും നമുക്ക് കൈവിട്ടു പോകുമ്പോഴും വചനത്തിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്ന വചനങ്ങൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. പറയുന്ന വചനമെല്ലാം സമാധാനത്തെ പറ്റിയ വചനമാണ്. അതെല്ലാം ഞാൻ അപ്പം തന്നെ മൊബൈലിനകത്ത് സേവ് ചെയ്ത് വെച്ചു. അവിടെ വലിയൊരു സമാധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അത് പറയാൻ എനിക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി വീണ്ടും. അപ്പോൾ അത് വീണ്ടും നമുക്കെല്ലാവർക്കും ഈ സമാധാനം ഓരോ നിമിഷത്തിലും നമുക്ക് നടന്നു പോകുമ്പോൾ ദൈവം ഓരോ ടാസ്കുകൾ നമുക്ക് തരും, ഓരോ സമയങ്ങൾ. ഇപ്പൊ തന്നെ ഞങ്ങൾ സന്തോഷത്തെ അവിടുന്ന് വണ്ടി കയറി കായംകുളത്ത് വന്നപ്പോൾ പെട്ടെന്ന് ഒരു ടാസ്ക് തന്നു, എന്ത് ചെയ്യും, അപ്പോൾ തിരിച്ചു പോകാം. അപ്പം ഇടയ്ക്കൂടെ ഞാൻ പറഞ്ഞു, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടത്, അത് ഇങ്ങനെ വേണം പോണ്ടത് എന്ന് ഞാൻ അവിടെ പറയുകയും ചെയ്തു. അപ്പം നമുക്ക് ഓരോ നിമിഷത്തിലും നമുക്ക് ഓരോ ഈ ഭൂമി ജീവിക്കുമ്പോൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ വചനം എന്ന ആയുധം വെച്ച് എന്നെ ശക്തനാക്കുന്ന കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ക്രിസ്തു യേശുവിൽ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലായിടത്തും ജയം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാനും യഹോവയായ കർത്താവ് നമുക്ക് ബലമെന്നും
ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവത്തിന്റെ ദൂതന്മാർ നമുക്കുണ്ട്, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, നമ്മൾ ആ ഒരു രാജാക്കന്മാർ പോകുന്നത് പോലെ നമ്മൾ പോകുന്നത്. പക്ഷെ അത് മറ്റുള്ളവരാരും കാണുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ 1 കോടി രൂപയുടെ ബാധ്യതയിൽ ഇപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ആ സമാധാനത്തിൽ പോകുന്നു, ആ സന്തോഷത്തിൽ പോകുന്നു. ഈ വചനം എന്ന ആയുധം വെച്ച് വെട്ടിക്കൊണ്ട് ഓരോ ദിവസവും പോവുകയാണ്, കടന്നു പോവുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും വീണ്ടും ആ വചനത്തിലൂടെ ഏറ്റവും നല്ല നിലയിൽ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട മക്കളെന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിൽ, നമുക്ക് എടുത്ത് പറയുന്ന രീതിയിൽ, നമുക്ക് അസാധാരണമായ ദൈവശക്തിയിലൂടെ ആ ആ രക്തസ്രാവക്കാരി സഹോദരിക്ക് ആ ശക്തി കൊടുത്ത കർത്താവ് കൊടുത്തതുപോലെ നമ്മളിലൂടെയും ആ ശക്തി മറ്റുള്ളവർക്ക് എത്തട്ടെ. അത് മറ്റുള്ളവരെ തിരിച്ചറിയട്ടെ. ആ കർത്താവിനെ തിരിച്ചറിയുന്ന രീതിയിൽ നമുക്ക് കർത്താവിനെ പറയാനുള്ള ആ കഴിവും ശക്തിയും ബലവും എല്ലാം ഉണ്ടാവട്ടെ. അതിലുപരി ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ആത്മമണ്ഡലം തുറക്കണം, ഭൗതിക മണ്ഡലം തുറക്കണം. നമുക്ക് ജനത്തിന് മുന്നിൽ നമുക്ക് ഇപ്പോൾ ഡോക്ടർ നിൽക്കുന്നത് പോലെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരു നിപ്പാണ് ഡോക്ടർ ഇപ്പം നിൽക്കുന്നത്. ഏറ്റവും സമൂഹത്തിൽ തകർന്നു പോയെടുത്ത് നമ്മുടെ ബന്ധുക്കാർ, ഞങ്ങൾ നല്ല നിലയിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു. സാമ്പത്തികവാദം വന്നപ്പം എല്ലാം നഷ്ടപ്പെട്ടു പോയി. പഴയ കാലഘട്ടത്തിൽ രാജകീയമായിട്ട് ജീവിച്ച കുടുംബമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആഗ്രഹിക്കുന്നത് ഡോക്ടറെ പോലുള്ള ഒരു ഭവനം ഒരുക്കണം, അതേപോലെ ആൾക്കാരെ വിളിക്കണം, അതേപോലെ കർത്താവ് എന്നെ അത്രത്തോളം നിർത്തിയെന്ന് പറയുന്ന രീതി ആഗ്രഹിക്കുന്നു. അത് കർത്താവ് ഈ വചനമെന്ന വചനത്തിലൂടെയും നമ്മുടെ ദൈവാസം പറഞ്ഞ പോലെ ആ പരിശുദ്ധാത്മാവിലൂടെയും കർത്താവിൻ്റെ സഹായത്തിലും ശക്തിയിലും നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം അതിനുള്ള സാഹചര്യം ഒരുക്കട്ടെ. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.